നമസ്കാരം. കുറച്ചു നാൾ മുമ്പ് NH-66 കോഴിക്കോട് ഭാഗത്ത് പാലത്തിലൂടെ നടന്ന് മുഹമ്മദ് റിയാസും കൂട്ടരും എല്ലാം നടന്നുകൊണ്ട് ഇത് പിണറായി സർക്കാരിന്റെ അഭിമാനമാണ്, പിണറായി സർക്കാർ പണിഞ്ഞ റോഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം സർക്കാരിന്റെ പങ്കാളിത്തമില്ലാതെ കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ സംസ്ഥാനത്ത് നടക്കില്ല, അത് അംഗീകരിക്കുന്നു. പക്ഷെ എങ്കിലും അത്തരത്തിൽ ഇത് ഞങ്ങളുടേതാണ് എന്ന് വളരെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടു, അത് മഴയ്ക്ക് മുമ്പ്. എന്നാൽ ഇന്ന് ഞാൻ ചോദിക്കുന്നത്, കൂരിയാട് ഇതേ മുഹമ്മദ് റിയാസ് ഒന്ന് വരണം. മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് എയർപോർട്ടിന് അടുത്ത് കുളപ്പുറത്തിനടുത്ത് കൂരിയാട് എന്ന് പറയുന്ന ഭാഗത്ത് NH-66 ഭാഗത്തുനിന്ന് വരണം. ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വന്നാൽ ഒരു ഭാഗമേ തകർന്നിട്ടുള്ളൂ. ഇന്നിവിടെ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ മഴ കാരണം നാളെ വന്നാൽ ഒരു വിഷയം നാളെ പാടമായി കിടക്കും. എന്നാൽ KNRCക്ക് വീണ്ടും പണി തുടങ്ങാൻ എളുപ്പമായിരിക്കും, ഇടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു നിർഭാഗ്യവാന്റെ കാർ അവിടെ കിടപ്പുണ്ട്. ആ കാർ ഒരു പക്ഷേ അതിൻ്റെ അടിയിൽ പെട്ടേക്കാം, അതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ആളില്ലാത്തത് കൊണ്ട് സാരമില്ല എന്ന് കരുതാം. ടോട്ടൽ ലോസിലേക്ക് ആ വണ്ടി വിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പിണറായി സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ദുരന്തമാണ്. എന്താണ് ഇങ്ങനെ? ഇവിടെ വന്നു, സുനാമി ആയിക്കോട്ടെ, മറ്റെന്തോ ആയിക്കോട്ടെ, അതുപോലെ വെള്ളപ്പൊക്കമായിക്കോട്ടെ, പിന്നെ കൊറോണ ആയിക്കോട്ടെ, ഇത് കുറ്റപ്പെടുത്തല്ല കേട്ടോ, അനുഭവമാണ് പറയുന്നത്. ഇത് ഇത്രയും ദുരന്തങ്ങൾ ഈ സർക്കാരിൻ്റെയൊക്കെ കാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ എന്തേ റോഡ് ഗഡ്കരി മര്യാദയ്ക്ക് പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞ് റിയാസും കൂട്ടരും പിണറായിയും ഒക്കെ അത് ഏറ്റെടുത്തപ്പോൾ പൊളിഞ്ഞു തുടങ്ങി ഒരറ്റത്തുനിന്ന്. അല്ല, എന്താണ് നമ്മൾ ഇതൊക്കെ കൊണ്ടൊന്ന് മനസ്സിലാക്കേണ്ടത്? Different angles. Don't forget to subscribe and support this channel.